ഇറാനിൽ വൻ ഊർജ്ജ പ്രതിസന്ധി. ദശലക്ഷക്കണക്കിന് ഇറാനികളാണ് ശൈത്യകാലത്ത് വൈദ്യുതി തടസ്സം നേരിടുന്നത്. തെഹ്റാനിലെ താപനില 0 ഡിഗ്രിക്ക് അടുത്താണ്. സ്കൂളുകൾ, ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയെല്ലാം അടച്ചുപൂട്ടി. 13 പവർ സ്റ്റേഷനുകൾ അടച്ചു. അടച്ചുപൂട്ടലിൽ തെഹ്റാന് സമീപം ജനങ്ങൾ പ്രതിഷേധിച്ചു. തലസ്ഥാനത്തിനടുത്തുള്ള ഒരു പ്രധാന ഹൈവേ ജനങ്ങൾ ഉപരോധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. 4ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ശേഖരവും. അങ്ങനെയുള്ളൊരു രാജ്യത്തിന് എങ്ങനെ വൈദ്യുതി ക്ഷാമം വരും? പാശ്ചാത്യ ഉപരോധങ്ങൾ ആധുനികവൽക്കരണത്തെ തടയുന്നു. അതിൻ്റെ ഫലമാണ് ഈ ക്ഷാമവും ഇരുട്ടുമെല്ലാം. ഇത് ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നു. വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാൻ വൈദ്യുതി ആവശ്യമാണ്. ചരക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾക്ക് ഇന്ധനം ആവശ്യമാണ്. അതിനാൽ വൈദ്യുതി ക്ഷാമം സമ്പദ് വ്യവസ്ഥയെ താഴേക്ക് വലിക്കുന്നു. അവരുടെ കറൻസിയായ റിയാലിന് കഴിഞ്ഞ മാസം മുതൽ 10% ഇടിവുണ്ടായി. വിനിമയ നിരക്ക് ഒരു US ഡോളർ 7,77,000 റിയാലിന് തുല്യമാണ്. 2015 ഇത് 32,000 റിയാൽ മാത്രമായിരുന്നു. ആണവ കരാർ ചർച്ചയ്ക്കിടെയായിരുന്നു ഇത്. പണപ്പെരുപ്പവും ഉയർന്ന നിലയിലാണ്. 2023 മെയ് മാസത്തിൽ ഇത് ഏകദേശം 50% ഈ വർഷം അത് ക്രമേണ 37% കുറഞ്ഞു. 30% ഇറാനികളും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഉപരോധം കാരണം ഇറാന് ഓപ്പൺ മാർക്കറ്റിൽ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഇത് വാങ്ങുന്നത്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% ചൈനയിലേക്കാണ്. ഉപരോധം പിൻവലിച്ചാൽ ഇറാന് കൂടുതൽ രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയും. അതായത് അവരുടെ ഖജനാവിൽ കൂടുതൽ പണം എത്തും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഉപരോധം നീക്കാൻ ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തണം. ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് നൽകണം. 2015 അത്തരമൊരു കരാറുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഡൊണാൾഡ് ട്രംപ് വന്നു. ആദ്യം അദ്ദേഹം ആണവ കരാറിൽ നിന്ന് പിന്മാറി. തുടർന്ന് ഉപരോധം വീണ്ടും ഏർപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചെത്തി. ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണ്. ജോ ബൈഡനും അതാണ് വേണ്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് മോശം വർഷമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഇറാന് ഇത് നല്ല വർഷമായിരുന്നില്ല എന്നതിൽ സംശയമില്ല. പരിഹാരം ജനങ്ങൾക്ക് വേണ്ടി മെച്ചപ്പെട്ട രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മിക്ക ഇറാനികളും ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇറാൻ്റെ മേഖലയിലെ ഇറാൻ്റെ സപ്പോർട്ട് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. സിറിയയിൽ ബഷർ അൽ അസദ് വീണതോടെ ഇറാനുമായുള്ള ഒരു സൗഹൃദം നഷ്ടമായി. ഇറാൻ്റെ ഭരണം ഇപ്പോൾ വളരെ ദുർബലമാണ്. ഇതിനകം 2 തവണ ഇസ്രായേൽ ആക്രമിച്ചു. ട്രംപ് വരുന്നതോടെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കാനും സാധ്യതയുണ്ട്. അതായത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് ഇറാൻ നീങ്ങുന്നതെന്നർത്ഥം.